ഇവിടെ ഒരാൾ വിചിത്രമായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഹോമിലേക്ക് വന്ന് ജെയ്ക്ക് എന്ന കുട്ടിയെ പിടിച്ചു വെച്ച് ആ ഹോമിലെ ഗാർഡിയനോട് ഒരു പക്ഷിയായി മാറി കൂടിനകത്ത് കയറാൻ പറയുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ ജെയ്ക്കിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ജെയ്ക്കിനോട് തന്റെ കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ ഒരു പക്ഷിയായി മാറി കൂടിനകത്ത് കയറുന്നു. അവൻ ആ കുട്ടികളുമായി റൂമിന്റെ ഡോറെല്ലാം ലോക്ക് ചെയ്ത് കയ്യിൽ വെപ്പൺസുമായി ഒളിച്ചിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ലേഡി റൂമിന്റെ ഡോർ തകർന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നു. നോക്കുമ്പോൾ അതൊരു മോൺസ്റ്റർ ആണ്. അതിനെ ജെയ്ക്കിനല്ലാതെ അവിടെയുള്ള മറ്റാർക്കും കാണാൻ സാധിക്കുന്നില്ല. അതവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യനെയും അതിന്റെ ടെന്റിക്കിൾസ് യൂസ് ചെയ്ത് പിടിക്കുന്നു. ജെയ്ക്ക് അതിനെ അറ്റാക്ക് ചെയ്ത് അവനെ രക്ഷിക്കുന്നു. എന്നിട്ട് എല്ലാ കുട്ടികളെയും വീടിന് പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനായി മരങ്ങളെയും ചെടികളെയും പെട്ടെന്ന് വലുതാക്കാൻ കഴിവുള്ള ഒരു കുട്ടി ഒരു മരത്തിന്റെ ശിഖരം വലുതാക്കി റൂഫിന്റെ അടുത്തെത്തിക്കുന്നു. എല്ലാ കുട്ടികളും ആ ശിഖരത്തിലൂടെ വീടിന് പുറത്തെത്തുന്നു. അതേസമയം തന്നെ ആ മോൺസ്റ്റർ അവരുടെ പുറകെ വരുന്നു. ജെയ്ക്കും എമ്മയും മാത്രം അവിടെ സ്റ്റക്ക് ആവുന്നു. പെട്ടെന്ന് എമ്മ തന്റെ കാലിലെ ഷൂ അഴിച്ചു മാറ്റുന്നു. അവൾക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അവൾ ജെയ്ക്കിനെയും ചുറ്റിപ്പിടിച്ച് താഴേക്ക് ചാടുന്നു. അതേസമയം ഒരു ഫ്ലൈറ്റിൽ നിന്ന് ആ വീടിന് മുകളിലേക്ക് ബോംബിടുന്നു. ആ മോൺസ്റ്റർ നശിക്കുന്നു.